വയനാട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട്. നൌഷാദിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. യുഎഇയിൽ നിന്നും ഇന്നലെ ബംഗളൂരുവെ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ ഇമിഗ്രേഷൻ വിഭാഗമാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങൾ രമ്യ ദാസ് പറഞ്ഞുതരാം. രമ്യ, എങ്ങനെയാണ് പോലീസ് നടപടികൾ? സേതുലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതിയായ നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഇയാൾ കൊച്ചിയിൽ വിമാനത്താവളത്തിലെത്തുകയും ഇവിടെ നിന്നും, കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനാൽ തന്നെ ഇതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കൊച്ചിയിൽ നിന്നും വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയത്. അതിനെ തുടർന്ന് ഇവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോവുകയായിരുന്നു. ഈ ബാംഗ്ലൂർ വിമാനത്താവളത്തിലെ ഇദ്ദേഹത്തെ എമിഗ്രേഷൻ വിഭാഗമാണ് തടഞ്ഞു വെച്ചത്. തുടർന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടായിരുന്നു കോഴിക്കോട്ട് നിന്നും അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തിയത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ ഇനി പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുക. അതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നൌഷാദിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം പ്രാഥമികമായി ഇപ്പോൾ നിലവിൽ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. കൂടാതെ തന്നെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ നൌഷാദ്. കാരണം നൌഷാദിനാണ് കൂടുതൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ആത്മഹത്യയാണെന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇട്ടിരുന്നു നൌഷാദ്. അപ്പോൾ ഇനി ഈ കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയും വരുത്തേണ്ടതുണ്ട് പോലീസിന്റെ. ഈ വയനാട് ഹേമചന്ദ്രൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 വർഷം നീണ്ടുന്ന ഒരു തിരോധാന കേസാണ്. ഒരു തരത്തിലും ഒരു വിവരം പോലും പുറത്തേക്കൊന്നും ചോർന്നു പോകാതെ അത്രമേൽ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഏറ്റെടുത്ത് തെളിയിച്ച ഒരു കേസാണിത്. മുഖ്യപ്രതി കൂടി എത്തിയ സാഹചര്യത്തിൽ എന്താണ് അവിടെ നടന്നത് എന്ന കാര്യം, ആ ദുരൂഹതകളൊക്കെ മറന്നീങ്ങി ഇനി പുറത്തു വരേണ്ടതുമുണ്ട്. രമ്യയാണ് വിവരങ്ങളൊക്കെ നൽകിയത്.